വാർത്തകൾ വിശദമായി. കോതമംഗലത്തെ നിർദ്ദിഷ്ട ദേശീയപാത ബൈപ്പാസിന്റെ അലൈൻമെന്റിൽ ഒരിക്കൽ കൂടി മാറ്റമുണ്ടാകും. രണ്ടാം തവണ തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരമുള്ള സ്ഥലമേറ്റെടുക്കൽ മുടങ്ങിയതുമൂലമാണ് മൂന്നാമത്തെ അലൈൻമെന്റിനായി നടപടികൾ തുടരുന്നത്. 3 പതിറ്റാണ്ടിലധികമായി പരിഗണനയിലുള്ള ബൈപ്പാസ് റോഡിന്റെ കാര്യത്തിലാണ് അനിശ്ചിതത്വവും വിട്ടൊഴിയാത്തത്. ദേശീയപാതയുടെ ഭാഗമായ കോതമംഗലം മൂവാറ്റുപുഴ റോഡിനെയും കോതമംഗലം നേര്യമംഗലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിലെത്തിയിട്ട് 4 പതിറ്റാണ്ടിനോടടുക്കുകയാണ്. ശനിദശ വിടാതെ പിന്തുടരുകയാണ് നിർദ്ദിഷ്ട ബൈപ്പാസിനെ. ഒടുവിൽ പരിഗണനയിലിരുന്ന അലൈൻമെന്റ് പ്രകാരം സ്ഥലം അളന്നുതിരിച്ച് കല്ലിടുകയും സ്ഥലമേറ്റെടുക്കലിനുള്ള ഫണ്ട് അനുവദിക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ധാരണയാകാതെ വന്നതോടെ നടപടികൾ തടസ്സപ്പെട്ടു. അന്നത്തെ വിജ്ഞാപനം കാലഹരണപ്പെടുകയും ചെയ്തു. ഇതോടെ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആദ്യം മുതൽ വീണ്ടും ആരംഭിക്കേണ്ടി വന്നിരിക്കുകയാണ്. കൺസൾട്ടൻസി ഏജൻസിയെ കണ്ടെത്താൻ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. പിന്നീട് 2024 ഡിസംബർ മാസം 6-ാം തീയതി വരെയായിരുന്നു 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ വിജ്ഞാപനത്തിൻ്റെ കാലാവധി. പക്ഷേ ആ കാലാവധിയുടെ പരിധിയുടെ ഇടയിൽ ഒരിക്കൽ പോലും അതിൻ്റെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടി തുടങ്ങാൻ പിന്നീട് സാധിക്കാതെ വന്നു. കാരണം ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്നു എന്നുള്ള ആ ഒരു കണ്ടെത്തലിലാണ് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നിന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച്, പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് നിരസിച്ചു. മുഖ്യമന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയും തമ്മിലുള്ള ചർച്ചകൾ 2 തവണ ഇതിനിടയിൽ നടന്നു. പക്ഷേ ആ 2 മീറ്റിങ്ങിലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത്. അതേ തുടർന്ന് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പുതിയ ഒരു കൺസൾട്ടൻസിയെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ആ കൺസൾട്ടൻസിയെ നിയോഗിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ടെൻഡർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 30 വർഷം മുമ്പ് തയ്യാറാക്കിയ അലൈൻമെന്റ് ഉപേക്ഷിച്ചാണ് 2 വർഷം മുമ്പ് രണ്ടാമത്തെ അലൈൻമെന്റ് തയ്യാറാക്കിയത്. മാതിരപ്പള്ളി ക്ഷേത്രപ്പടിയെയും അയ്യൻകാവിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു ഈ അലൈൻമെന്റ്. ഫണ്ട് ലഭ്യത കുറഞ്ഞതോടെ ചെലവ് കുറച്ച് ബൈപ്പാസ് റോഡ് നിർമ്മിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിനായി റോഡിന്റെ വീതിയും ദൂരവും കുറയ്ക്കും. ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അളവിലും കെട്ടിടങ്ങളുടെ എണ്ണത്തിലും കുറവ് വരും. അലൈൻമെന്റ് മാറ്റുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും നടപടികളെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അലൈൻമെൻറ്റ് മാറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അലൈൻമെൻറ്റ് മാറ്റുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ മറുപടി. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ സർക്കാരിന് അതിനെ സംബന്ധിച്ച് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് അലൈൻമെൻറ്റ് മാറ്റാൻ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് കുറച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാവുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുൻപിലുണ്ട്. ദേശീയപാത ബൈപ്പാസ് എന്ന സ്വപ്നം സഫലമാകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. കൊച്ചി മധുര ദേശീയപാതയുടെ അലൈൻമെന്റിലും നേരത്തെ മാറ്റം വരുത്തിയിരുന്നു. ഇതുപ്രകാരം മൂവാറ്റുപുഴ നേര്യമംഗലം റോഡ് ദേശീയപാതയിൽ ഉൾപ്പെടുന്നില്ല. ഇതുമൂലം ബൈപ്പാസ് നിർമ്മിക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേശീയപാത അതോറിറ്റി പിന്മാറാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. GTV ന്യൂസ്, കോതമംഗലം.